നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാണ്. ഹായ്, ഹലോ ഹലോ, ഹായ് സർ. അപ്പൊ ഇതാ നമ്മളോടൊപ്പം എൻറ്റയർ ടീം ആ സ്റ്റേജിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് നമ്മുടെ ഒരു കിടിലൻ കൈയടി കൊടുക്കാം. അപ്പൊ നമ്മുടെ സ്റ്റേജ് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. സൂക്ഷ്മദർശിനി കണ്ട് നല്ല കിടിലനായിട്ട് ഞങ്ങൾ എല്ലാവരും നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ റെഡി, നമുക്ക് തുടങ്ങാം. യെസ്. അപ്പൊ ആദ്യമേ സൂക്ഷ്മദർശിനി കണ്ടതിന് ശേഷം ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത പോലെ നിങ്ങൾ ഡിഫറെന്റ് മൂവിയാണ് നമ്മൾ കണ്ടതല്ലേ? യെസ്. അപ്പൊ ബേസിലേട്ടാ എന്താണ് ആദ്യം ഞങ്ങളടുത്ത് പറയാനുള്ളത്? മുൻപോട്ട് വരൂ. നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട്. സിനിമ കണ്ടിട്ട് എല്ലാവരും നല്ല റെസ്പോൺസാണ്. എല്ലാവരും നിങ്ങളെല്ലാവരും സിനിമ കണ്ടോ? അതിലിത്തിരി സൗണ്ട് കുറവുണ്ട്. അപ്പോൾ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം. ഞങ്ങളെല്ലാവരും ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം. എന്തായാലും പോയി കാണുക. നിങ്ങൾ ആരെയും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കില്ല. ഉറപ്പായിട്ടും സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ പറയുന്ന ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിലേക്ക്. എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര കയ്യടിയായിരുന്നു തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നസറിയ ഓഫ് കോഴ്സ് നമ്മുടെ നായിക, പിന്നെ അസ്മയായിട്ട് അഭിനയിച്ച പൂജയുണ്ട്, സുനുവായിട്ട് അഭിനയിച്ച നമ്മുടെ സോറി അഖിലുണ്ട്, നമ്മുടെ മെറിനുണ്ട്, സ്റ്റെഫിയായിട്ട് അഭിനയിച്ച മെറിനുണ്ട്. ഞാൻ വന്നപ്പോൾ ഇവിടെ കണ്ടില്ലായിരുന്നല്ലോ, പെട്ടെന്ന് ഇവിടെ നിന്ന്. പിന്നെ ഡയാനയുണ്ട്, നസറിയയുടെ മോളായിട്ട് അഭിനയിച്ച നമ്മുടെ മാളൂട്ടിയുണ്ട്, സിദ്ധു ചേട്ടനുണ്ട്, പിന്നെ പ്രൊഡ്യൂസർ അനൂപ് സാറുണ്ട്, കോ പ്രൊഡ്യൂസർ എ ബി അനൂപ് സാറുണ്ട്. അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ ഡയറക്ടർ ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫേഴ്സ്, മ്യൂസിക് എല്ലാവരും അതിൻ്റേതായ രീതിയിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു വലിയ ടീം വർക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു. സിനിമയുടെ പ്രൊമോഷൻസ് മുതലേ ഇതിൻ്റെ ഇൻ്റർവ്യൂസിന് മുതലേ നിങ്ങളുടെ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയ നിങ്ങൾക്ക് എല്ലാവർക്കും, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഭയങ്കര സീരിയസ് ആണല്ലോ. ഇല്ലേ ഇല്ലേ, കുറച്ച് സീരിയസ്നെസ് കൂടിയില്ലേ? കുറച്ചൊരിത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതാ മുൻപോട്ട് നസ്രിയനെയും കൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്. ഈ രണ്ട് കോംബോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർവ്യൂസിൽ വന്ന് ഞങ്ങളെ പറ്റിച്ചതാണ്. ഞങ്ങൾ വിചാരിച്ചു ഫുൾ കോമഡി ആയിരിക്കുന്നത്, നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കും സിനിമയിൽ നിന്ന്. പക്ഷേ ഞങ്ങൾ കണ്ടത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഫസ്റ്റ് നമ്മൾ ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? നമ്മൾ തമ്മിൽ ശരിക്കും സ്നേഹമൊക്കെ തന്നെയാണ്. ശരിക്കും സ്നേഹമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഹലോ ഹലോ ഹായ്. വളരെയധികം സന്തോഷം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവസാനമായിട്ട് ഇവിടെ വരുന്ന എൻ്റെ ബ്രദറിൻ്റെ ഒരു പടത്തിൻ്റെ ലോഞ്ചിനായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാവരെയും കണ്ട പോലത്തെ ഒരു ഫീൽ. പക്ഷെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എത്ര ബ്രേക്ക് എടുത്തിട്ട് വരുന്ന സമയത്തും ഐ ഫീൽ ഇറ്റ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ പടം കണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കാണാത്തവരെല്ലാവരും പോയി കാണുക. ഈ പറഞ്ഞ പോലെ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി സാറ്റിസ്ഫൈ യു. താങ്ക് യു നന്ദി മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ, ശരിക്കും വല്ല ഇടിയും കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നോ? സിനിമ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു ഒന്ന് പിടിച്ചിടിക്കാൻ. അങ്ങോട്ടാ അങ്ങനെ ഒരുപാട് ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പേ പറഞ്ഞു, നീ ഒരുപാട് വളവളവളാന്ന് പോയി അവിടെ പോയി മിണ്ടാൻ നിൽക്കണ്ട, കുറച്ച് മയത്തിലൊക്കെ സംസാരിച്ചാൽ മതി. അതാ ഞങ്ങൾ ഇത്ര നിങ്ങളതാണ് ഇത്ര സീരിയസ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇന്റർവ്യൂവിൽ കണ്ട രണ്ടുപേരും ഭയങ്കര ഇഷ്ടമായി ഇല്ലേ? നമ്മൾ അതൊക്കെ പ്രതീക്ഷിച്ചു എന്നൊക്കെ. ബട്ട് താങ്ക് യു. ഇഷ്ടപ്പെടുന്നില്ല പിന്നെ സൂപ്പർ. ദൈവമേ എന്നോടുത്ത് കൊടുക്കൂട്ടോ, വേണ്ട. ഓക്കെ. അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, നസ്രി ചെയ്ത ക്യാരക്ടേഴ്സിൽ എനിക്ക് തോന്നുന്നു ഒരു അമ്മ റോളൊക്കെ നമ്മൾ ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് കണ്ടിരുന്ന ആൾക്ക് മാലൂട്ടിങ് പറഞ്ഞേ ഹായ്, ഒരു ഹായ്. നല്ല സ്റ്റൈൽ മോളല്ലേ? അമ്മയെ പോലെ സ്റ്റൈലിഷ് മോളായിരുന്നു മാലൂട്ടിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയിൽ അഭിനയിച്ചിട്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഷൂട്ടിംഗ് സ്ഥലത്തിൽ നിന്ന് മാറിയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കൂളിലൊന്നും പോകണ്ടല്ലോ, കട്ട് ചെയ്യാലോ. അതല്ല, എനിക്ക് ആ ഷൂട്ടിംഗ് സെറ്റിലുള്ളപ്പോൾ എല്ലാവരും ഉള്ളതും കൊണ്ട്
കുറേ എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പം എനിക്ക് എല്ലാ ടൈമും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടൈമായിരുന്നു. അപ്പോൾ അവിടുന്ന് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. ഇഷ്ടമായപ്പോ നസ്രീനെ എന്താ വിളിക്കാറ്? നെച്ചു. ആണോ? ബേസിലേറ്റിന് എന്താ വിളിക്കാറ്? ഞാൻ ബേസിൽ തന്നെ വിളിക്കാറ്. തളർത്തി കേട്ടോ, തളർത്തി. യങ് ആണല്ലോ പുള്ളി, യങ് ആണ്. രണ്ടുപേരും ഒരേ ഏജ് ആണെന്നൊക്കെ, സെയിം ഏജ് ആണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളൊരു പാട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് മുൻപ് നമുക്ക് ബാക്കിയുള്ള എല്ലാവരുടെ അടുത്ത് സംസാരിക്കാം. റെഡി? എന്താ സിദ്ധു ചേട്ടന് നമ്മൾ ഇതുവരെ കണ്ടതിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഞങ്ങളിങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വമ്പൻ ചിരിപ്പടക്കമായിട്ടാണ് നമ്മളെ കൂടെ വന്നത്. സിദ്ധു ചേട്ടാ ഹാപ്പി അല്ലേ? വെരി മച്ച്, വെരി മച്ച്. ഞങ്ങൾക്ക് കേൾക്കേണ്ടത് ഡയലോഗാണ്. അത് ഒരു പ്രാവശ്യം അപ്പുറത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് വേണോ? അതാ ഇവിടുത്തെ ഓഡിയൻസിൽ വന്നു, എന്നാൽ ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇറ്റ്സ് നോട്ട് എ കോൺസ് പ്ലാൻ മാൻ. സോ അതന്നെ ഞങ്ങളുടെ പ്ലാൻ വർക്കായി. ആ പ്ലാൻ വർക്കായി. സത്യത്തിൽ പ്ലാൻ വർക്കായി. പടം നല്ല എൻ്റെ കുഴപ്പമില്ല, ഇവിടുത്തെ പ്ലംബിംഗ് ശരിയല്ലാത്ത എൻ്റെ കുഴപ്പമില്ല. അതെ അതെ. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് തന്നെയാണ് ബേസിൽ പറഞ്ഞ പോലെ നല്ല അടിപൊളി ഒരു സ്ക്രിപ്റ്റിങ്ങും മിസ്റ്ററി ആയിട്ടുള്ളൊരു ത്രില്ലർ പടമാണ്. ഇതേ നോക്കി പോരെ, കിട്ടിയോ? സോ അതെ, അപ്പോഴേ വിളിച്ചാൽ മതിയായിരുന്നു. അല്ല, അപ്പോൾ വിളിച്ചില്ലല്ലോ. എനിവേസ്, അല്ല, കാണാത്തവരുണ്ടെങ്കിൽ പടം കാണും, എല്ലാവരും എൻജോയ് ചെയ്യും. താങ്ക് യു, താങ്ക് യു. പൂജ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത്, ഒരുമിച്ച് വിളിക്കാൻ പറഞ്ഞു. ഡ്യുവറ്റ് ആണെന്ന് ഒരു മൈക്ക് കൂടെ തരുമോ? അഖിലയും പൂജയും കൂടെ രണ്ടുപേരും കൂടെ, ഒന്ന് സ്പൈ ആണെങ്കിൽ ഒന്ന് നല്ല അടിപൊളിയായിട്ട് കോമഡി. ഇത്ര പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു കോമഡിയും കൂടെ പ്രതീക്ഷിച്ചില്ല ആളുടെ കയ്യിൽ നിന്ന്. ബട്ട് സൂപ്പർബായിരുന്നു. എന്താണ് ഞങ്ങളടുത്ത്? യെസ് പറ. രണ്ടുപേരുടെയും കോംബോ അടിപൊളിയായിരുന്നു. എന്താ പറയാനുള്ളത്? ഒന്നും മിണ്ടുന്നില്ലല്ലോ. വളരെ അധികം ബെല്ലടിച്ച് സ്കൂളിൽ കിട്ടുന്നു, അങ്ങനെ ആരും പോകരുത്. അല്ല, ഭയങ്കര സന്തോഷം ഇത്രയും സ്വീകാര്യത നമ്മുടെ സിനിമയ്ക്ക് കിട്ടിയതിൽ. പിന്നെ സുലു എങ്ങനെ ഉണ്ടായിരുന്നു? സുലു ഭയങ്കര രസമായിരുന്നു ചെയ്യാനൊക്കെ, പ്രത്യേകിച്ച് ബേസിലേട്ടൻ്റെയും പൊക്കി പറ പറയാം. നച്ചുവിൻ്റെയും കൂടെ. പിന്നെ ഞങ്ങൾ മൂന്നുപേരും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ സിദ്ധാർത്ഥേട്ടൻ ഇപ്പൊ നമുക്ക് വരുന്ന മെസ്സേജസിലായാലും നമ്മുടെ മൂന്നുപേരുടെയും ആ സീനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇന്നിവിടെ നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. എല്ലാവരും കാണാത്തവർ പോയി കാണുക, നമ്മുടെ സിനിമ സപ്പോർട്ട് ചെയ്യുക, അതിനെക്കുറിച്ച് മെസ്സേജസ് അയയ്ക്കുക. ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ. താങ്ക് യു സോ മച്ച്. അനൂപ് സാറിനെ സ്പെഷ്യലി ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. സോ ആസ് എ പ്രൊഡ്യൂസർ പ്ലസ് അതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. 33 പടത്തിലധികം സിനിമകൾ ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ആൻഡ് വെരി സ്പെഷ്യൽ സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൂക്ഷ്മദർശിനി. സോ ഓഡിയൻസിൻ്റെ അടുത്ത് എന്താണ് പറയാനുള്ളത്? എന്ത് പറയാനാ, അവരോട് നന്ദി എന്നുള്ള ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലുള്ള നന്ദിയാണ് ഇവിടെ പറയുന്നത്. ഞാൻ 26ാമത്തെ സിനിമയാണ് ചെയ്യുന്നത്. 26ാമത്തെ സിനിമയാണ് ഇത്. എല്ലാവരും ഏറ്റെടുത്തതിലുള്ള നന്ദി. അതുപോലെ തന്നെ എത്ര പേര് മനസ്സിലാക്കി കാണുമെന്ന് അറിയില്ല ഞാനൊരു ക്യാരക്ടർ ചെയ്തു എന്നുള്ളത്. നസ്രിയെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഞാനാണ്. പക്ഷേ ഞാൻ അതിൽ അഭിനയിക്കുകയല്ല, കാരണം മേളം എന്ന കമ്പനി എൻ്റെതാണ്. മേളത്തിന്റെ MD ആയിട്ട് തന്നെയാണ് ഞാൻ. അപ്പോൾ അഭിനയിക്കായിരുന്നില്ല, അതിൽ ജീവിക്കുകയായിരുന്നു, സിനിമയിൽ ജീവിക്കുകയായിരുന്നു. പക്ഷെ പുതിയ ഏതൊക്കെയോ സിനിമ വരണ്ടെന്ന് ഞങ്ങൾ കേട്ടല്ലോ. അഭിനയിച്ചോ? അഭിനയിച്ചു എന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. വേട്ടയാനിലെ രജനി സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ഗംഭീരമായിട്ടുള്ള സിനിമകൾ കഴിഞ്ഞിട്ട് വീണ്ടും മലയാളത്തിൽ പുതിയ പുതിയ ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെന്നൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുകയാണ് ഒരുപാട് നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാനും ആക്ട് ചെയ്യുന്നതിനൊക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഓൾ ഓഫ് യു. എക്സലന്റ് വർക്ക്. താങ്ക് യു. ആൻഡ് അപർണ, നമ്മുടെ ഡയാന ജനനി, റൈറ്റ്? യാ. അപ്പോൾ നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറായിരുന്നു. നമുക്ക് ഭയങ്കര സ്നേഹം തോന്നിയ, ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ എന്താണ്
മൂവിയുടെ വിശേഷങ്ങളിൽ ഏറ്റവും സ്പെഷ്യലി എന്ന് നമ്മളുടെ ഓഡിയൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്? സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് വിത്ത് ദീസ് പീപ്പിൾ ഇറ്റ് സെൽഫ് വാസ് സ്പെഷ്യൽ. ബേസിലായിരുന്നാണെങ്കിലും നസ്രിയാണെങ്കിലും ഫുൾ ക്രൂ വാസ് സ്പെഷ്യൽ. അപ്പം പിന്നെ ഹാപ്പി അവേഴ്സിൻ്റെ കൂടെയാണ് സമീർക്ക, ലൈക്ക് ദി എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ വാസ് സ്പെഷ്യൽ. ആൻഡ് ഡയാന എന്ന് പറയുന്ന ക്യാരക്ടർ ഇറ്റ് സെൽഫ് ഇസ് ലൈക്ക് വെരി സ്പെഷ്യൽ ആൻഡ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. താങ്ക് യു ഫോർ ഓൾ ദ ലവ്. ഞാൻ ഓരോ തിയേറ്റർ റെസ്പോൺസ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴും ഒരുപാട് അമ്മമാരൊക്കെ വന്ന് എൻ്റെ കൈയൊക്കെ പിടിച്ച് എന്നെ ഒരുപാട് ലൈക്ക് കെട്ടിപ്പിടിച്ച് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഡയന ഇസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്, വെരി സ്പെഷ്യൽ ഫോർ മീ. സോ താങ്ക് യു ഇവിടെ എല്ലാവരോടും, പ്ലസ് കാസ്റ്റ്, ക്രൂ ആൻഡ് ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ആൻഡ് സത്യത്തിൽ ബേസ്ലൈറ്റ് ആരാ ശരിക്കും പേരെന്ന് ചോദിച്ചു. ഞങ്ങൾ വിചാരിച്ചു നസ്രിയയുടെ പേരായിട്ടാണ് വരാൻ പോണതെന്ന്. പക്ഷെ ശരിക്കും അതിനുള്ള ഭാഗ്യമില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട് ഇത് വല്ലതും. അപ്പോൾ ശരിക്കും അത് മെറിനായിരുന്നു. മെറിനെ നമുക്ക് മുൻപോട്ട് വിളിക്കാം. വരൂ. അതെ, ശരിക്കുമുള്ള പേരെന്ന് നായിക. ബേസിലേറ്റിന്റെ നായികനെ കണ്ട സ്ഥിതിക്ക് നമ്മൾ നല്ലൊരു കൈഡി എടുക്കണ്ടേ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ മെറിൻ ഫിലിപ്പ്. സൂക്ഷ്മദർശിനി എനിക്കിപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡെബ്യൂവിന് ശേഷം ഞാൻ ലൂലുവിൽ ഇതുപോലൊരു പ്രൊമോഷൻസിന് വേണ്ടി ആഫ്റ്റർ ഇയേഴ്സ് ആൻഡ് കമ്മിങ് ഹിയർ, അത് ഐ ഫീൽ വെരി പ്രൗഡ്. ആൻഡ് ഇവരോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ ഭാഗ്യമാണല്ലേ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മാലൂട്ടിക്ക് നല്ലൊരു കൈഡി എടുത്തേ. മാലൂട്ടി പാടുന്നതിന് മുൻപ് സിദ്ധു അങ്കിളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കണ്ടല്ലോ, എന്തായിരുന്നു അത്? കളിക്കുന്നത് ഏത് ലെവലിലെത്തി? ലെവൽ 7. റെഡി? ആരെങ്കിലും കൂടെ പാടണോ? മാലൂട്ടിക്ക് കൂടെ ആരെങ്കിലും പാടണോ? ബേസിൽ നന്നായിട്ട് പാടുന്നു. സോറി, ബേസിൽ നന്നായിട്ട് പാടുന്നു. ഓക്കെ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ എന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തു വെച്ച് രക്ഷകളി സംഹാരകനെ അണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാ കുമ്പിട്ടുന്നില്ല ഇരുളിൽ സിട്ടി വാടും രാജാവുക്ക് എല്ലാരും சொல்ல ഇവനെ തൊഴുവാനായി ജനത്തിരക്ക് കാലം നെടുക്ക് വെച്ച സ്വർഗം പോലും അണ്ടർവേൾഡ് ഇല്ലുമിനാത്തി അണ്ണൻ തലനാടൻ കൊലമെല്ലുമിനാത്തി. കൈ അടിക്കുന്നതിനേക്കാൾ ഇഷ്ടം കൂവാനാണ്. ഇത് ഞങ്ങളുടെ സന്തോഷത്തിന്റെയാണ്. എല്ലാവരും ചേർന്ന് കൂവാമോ? താങ്ക് യു. അപ്പോൾ എല്ലാവരും കൂടെ നമ്മുടെ ഓഡിയൻസിന്റെ കൂടെ ഒരു സെൽഫിയിലേക്ക് ആരും ഫ്രണ്ടിലോട്ട് വരരുത് കേട്ടോ, ഫ്രണ്ടിലോട്ട് വരരുത്. എല്ലാവരും കൂടെ ചേർന്ന ഒരു സെൽഫിയിലേക്കും കൂടെ മൂവിയാണ്. Superb Sanchez May presents Lulu Beauty Fest 2024, powered by Fiamme and Yardley London in association with Enchanter and Dermafic. Yes, അപ്പോൾ നമുക്ക് നവംബർ 28 മുതൽ ഡിസംബർ 8 വരെയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രോഡക്ട്സിന് അപ് ടു 50% ഓഫ് വരുന്നത്. സോ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു ചെറിയ കയ്യടിയൊക്കെ ആവാം കേട്ടോ. എല്ലാവരും കാണണം. താങ്ക് യു സോ മച്ച്. ബൈ.